രണ്ട് ആൺമക്കളും അവരുടെ ഭാര്യമാരും ചേർന്ന് വയസ്സായ അമ്മയെ വീട്ടുജോലിക്കാരിയാക്കി. എന്നാൽ ഭഗവാൻ അവർക്ക് കൊടുക്കുന്ന ശിക്ഷ എന്തായിരിക്കുമെന്ന് അവർക്കറിയില്ലായിരുന്നു. ഉത്തർപ്രദേശിലെ മീററ്റിലെ ലാൽകുർത്തി എന്ന പ്രദേശത്ത് ഒരു പഴയ വീടുണ്ട്. ആ വീട്ടിലാണ് മായാദേവി താമസിക്കുന്നത്. പ്രായം 75-നോടടുത്ത്, തലമുടിയാകെ നരച്ച് കൂനിക്കൂടിയാണ് നടക്കുന്നത്. മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. ഇത്രയും അവശതയുണ്ടെങ്കിലും അവരുടെ രണ്ട് ആൺമക്കളോടും ആ അമ്മയ്ക്ക് അവർ ആദ്യമായി അവരെ കണ്ടപ്പോഴുള്ള സ്നേഹത്തിന് ഇപ്പോഴും ഒരു കുറവുമില്ലായിരുന്നു. മായാദേവിയുടെ ഭർത്താവ് ഹരിശങ്കർജി ഒരു സർക്കാർ സ്കൂൾ അധ്യാപകനായിരുന്നു. അദ്ദേഹം സമ്പന്നനല്ല, എങ്കിലും നാട്ടുകാർ എല്ലാവരും ആദരിക്കുന്ന ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു. അദ്ദേഹം തൻ്റെ ഭാര്യയോട് എപ്പോഴും പറയുമായിരുന്നു, മായ, നമ്മൾ പണക്കാരല്ല, നമ്മുടെ മക്കളെ നല്ല രീതിയിൽ നല്ല പൗരന്മാരാക്കി ഈ സമൂഹത്തിന് നന്മയുള്ളവരാക്കി വളർത്തണം. അതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. മായാദേവി ചിരിച്ചുകൊണ്ട് തലയാട്ടി. അവർക്ക് രണ്ട് ആൺമക്കളാണ്, സുഭാഷ്, സുരേഷ്. സുഭാഷ് പഠിക്കാൻ മിടുക്കനായിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പഠിത്തമെല്ലാം കഴിഞ്ഞ് ദില്ലിയിലെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി കിട്ടി. സുരേഷ് മീററ്റിൽ തന്നെ ഒരു ചെറിയ ഫർണിച്ചർ കട നടത്തുന്നു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ രണ്ട് മക്കളുടെയും വിവാഹം കഴിഞ്ഞു. സുഭാഷ് മഹിമയെയും സുരേഷ് ദേവികയെയും വിവാഹം കഴിച്ചു. കല്യാണം കഴിഞ്ഞ് കുറച്ചുനാൾ വളരെ സന്തോഷത്തോടെ കഴിഞ്ഞു. മായാദേവി വിചാരിച്ചു, തൻ്റെ കുടുംബത്തിലെ പോലെ സന്തോഷം മറ്റെങ്ങുമില്ല. ഈ ഭാഗ്യം എന്നും ഉണ്ടാകണേ എന്ന് ഈശ്വരനോട് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഹരിശങ്കർജി അസുഖം ബാധിച്ചു കിടപ്പിലായി. അദ്ദേഹത്തെ ഭാര്യയും മക്കളും മരുമക്കളും നല്ലതുപോലെ ശുശ്രൂഷിച്ചു. പക്ഷെ ഒരു ദിവസം ഹരിശങ്കർജി മായാദേവിയെയും മക്കളെയും ഒറ്റയ്ക്കാക്കി ഈ ലോകത്തു നിന്നും വിട പറഞ്ഞു. ഭർത്താവിൻ്റെ മരണം മായാദേവിയേക്ക് താങ്ങാൻ പറ്റുന്നതല്ലായിരുന്നു. ആ സമയത്ത് അവരെ മക്കളും മരുമക്കളും ഒരു താങ്ങായി നിന്ന് ആശ്വസിപ്പിച്ചു. കാലം പിന്നെയും കടന്നുപോയി. പതുക്കെ പതുക്കെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. ഒരു ദിവസം മായാദേവി രാവിലെ അടുക്കളയിൽ ചായ ഇട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. മരുമകൾ ദേവിക അടുക്കളയിൽ വന്ന് ചോദിച്ചു, അമ്മേ, ഇതുവരെ ചായ റെഡിയായില്ലേ? മായാദേവി പറഞ്ഞു, ഇട്ടു, ഇപ്പോൾ തരാം. ദേവിക ഒച്ചയുയർത്തി പറഞ്ഞു, അമ്മ ഇപ്പോൾ ജോലി ചെയ്യുന്നതിന് ഭയങ്കര താമസമാണ്. കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ളതാണ്. അതിനു മുൻപ് ആഹാരം റെഡിയാകണം. ഇത് കേട്ടപ്പോൾ മായാദേവി വിചാരിച്ചത് മരുമകൾക്ക് എന്തെങ്കിലും വിഷമം ഉള്ളതുകൊണ്ടായിരിക്കും ഇങ്ങനെ പറഞ്ഞത് എന്നായിരുന്നു. മായാദേവി മറുപടി ഒന്നും പറഞ്ഞില്ല. പതുക്കെ പതുക്കെ മായാദേവിക്ക് ആ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യേണ്ട അവസ്ഥയിലായി. വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റ് ആദ്യം വീട് മുഴുവനും തൂത്തു തുടച്ച് അടുക്കളയിൽ കയറി പ്രഭാത ഭക്ഷണമുണ്ടാക്കി കുട്ടികളെ സ്കൂളിൽ വിടേണ്ടവരെയുള്ള എല്ലാ കാര്യങ്ങളും മായാദേവിയുടേതായി. അത് കഴിയുമ്പോൾ വീണ്ടും പാത്രം കഴുകൽ, തുണി അലക്കൽ, ഉച്ചയ്ക്കത്തുള്ള ആഹാരം റെഡിയാക്കൽ എല്ലാം മായാദേവി തനിയെ ചെയ്യണമായിരുന്നു. മരുമക്കൾ രണ്ടുപേരും ആ സമയം അവരവരുടെ മുറികളിൽ മൊബൈൽ കാണുകയോ ബുക്ക് വായിക്കുകയോ ഒക്കെയായിരിക്കും. പതിവായുള്ള വിശ്രമമില്ലാതെയുള്ള ജോലി മായാദേവിയെ വല്ലാതെ ക്ഷീണിപ്പിച്ചു. അങ്ങനെ ഒരു ദിവസം മായാദേവി പുറത്തെ ബെഞ്ചിൽ കുറച്ചുനേരം ഇരുന്ന് വിശ്രമിക്കുകയായിരുന്നു. മകൻ സുരേഷ് ജോലി കഴിഞ്ഞ് വന്നപ്പോൾ കണ്ടത് അമ്മ പതിവില്ലാതെ പുറത്തിരിക്കുന്നതാണ്. അവൻ അമ്മയുടെ അടുത്തു ചെന്ന് ചോദിച്ചു, എന്താ അമ്മ ഇവിടെ വന്നിരിക്കുന്നത്? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? മായാദേവി പതുക്കെ പറഞ്ഞു, എനിക്കൊരു കുഴപ്പവുമില്ല മോനെ, ഞാനിവിടെ വെറുതെ ഇരിക്കുന്നതാണ്. ഇത് കേട്ട് വന്ന ദേവിക മായാദേവിയോട്, ഇങ്ങനെ ഇവിടെ വെറുതെ ഇരുന്നാൽ ഈ വീട്ടിലെ ജോലികളൊക്കെ ആര് ചെയ്യും? മായാദേവി ഒന്നും പറഞ്ഞില്ല. സുരേഷ് ഇത് കേട്ടിട്ട് ഒന്നും പറയാതെ മൊബൈൽ നോക്കിക്കൊണ്ട് ദേവികയുടെ പിന്നാലെ അകത്തേക്ക് കയറിപ്പോയി. മായാദേവിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവർ വെറുതെ ഒന്ന് പ്രതീക്ഷിച്ചിരുന്നു, തനിക്ക് സപ്പോർട്ടായി മകൻ എന്തെങ്കിലും പറയുമെന്ന്. 2 ദിവസം കഴിഞ്ഞപ്പോൾ ദേവികയുടെ കുറച്ച് കൂട്ടുകാർ അവിടെ വന്നു. അവരുടെ കൂടെ, അമ്മ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഒരു ജോലിക്കാരിയെ അന്വേഷിക്കേണ്ടി വരുമെന്ന് പറയുന്നു. അത് കേട്ട് അതിഥികൾ ചിരിച്ചു. മറ്റൊരു ദിവസം ദില്ലിയിൽ നിന്ന് സുഭാഷ് വന്നപ്പോൾ അവർക്ക് കുറച്ച് ഗസ്റ്റ് അപ്പോഴും ഉണ്ടായിരുന്നു. അവരുടെ കൂടെയും ഇതുതന്നെ പറഞ്ഞു. മായാദേവിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നപ്പോൾ അവർ അത് ആരും കാണാതിരിക്കാൻ തൻ്റെ സാരിത്തുമ്പ് കൊണ്ട് തുടച്ചു. അവർക്ക് മനസ്സിലായി, തനിക്ക് ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടിയിരുന്ന ഈ വീട്ടിൽ താൻ വെറുമൊരു വേലക്കാരിയുടെ സ്ഥാനത്തിലേക്ക് മാറിയെന്ന്. അവർക്ക് സഹിക്കാൻ പറ്റിയില്ല. അന്ന് രാത്രി അവർ തൻ്റെ ചെറിയ മുറിയിലിരുന്ന് മേശപ്പുറത്ത് വച്ചിരുന്ന ഭർത്താവിൻ്റെ ഫോട്ടോയിൽ നോക്കി പറഞ്ഞു, നമ്മുടെ മക്കൾക്ക് നമ്മളെല്ലാം നൽകി വളർത്തി. എന്നാൽ ഇന്ന് ഈ വീട്ടിൽ ഞാൻ വെറുമൊരു ജോലിക്കാരിയായി മാറി. എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല. ഇത് പറഞ്ഞ് അവർ കുറേ കരഞ്ഞു.
അതിനുശേഷം കുറച്ചു നേരം മായാദേവി ജനലരികിൽ നിന്നും റോഡിലേക്ക് കുറേ നേരം നോക്കി. പുറമേ ശാന്തമായിരുന്നു എങ്കിലും അവരുടെ ഉള്ളിൽ ഒരു വലിയ കൊടുങ്കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അപ്പോഴും അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നത് താൻ ഈ വീട്ടിലെ വെറുമൊരു ജോലിക്കാരി മാത്രമാണോ എന്ന ചോദ്യമായിരുന്നു. മണിക്കൂറുകളോളം ജനലരികൾ തന്നെ നിന്നു. എന്നിട്ടും ആ ചോദ്യം അവരുടെ മനസ്സിൽ ഉയർന്നുകൊണ്ടേയിരുന്നു. മനസ്സിലെ കൊടുങ്കാറ്റിന് ഒരു ശമനവും ഉണ്ടായില്ല. ഏത് മക്കൾക്ക് വേണ്ടിയാണോ താൻ ഉറക്കമിളച്ചതും അധ്വാനിച്ചതും അതേ മക്കൾ ഇന്ന് തൻ്റെ അവസ്ഥയിൽ ഒന്നും മിണ്ടാതെ ഭാര്യമാരുടെ കൂടെ ചേർന്ന് നിൽക്കുന്നു. അവരുടെ മനസ്സിൽ മക്കളുടെ ആ കുട്ടിക്കാലം ഓർമ്മ വന്നു. സുഭാഷ് ചെറുതായിരുന്നപ്പോൾ ഒരു ദിവസം പനി പിടിച്ച് കിടന്നതും മുഴുവൻ മായാദേവി ഉറങ്ങാതെ തൻ്റെ മടിയിൽ കിടത്തി ഉറക്കിയതും ഓർമ്മ വന്നു. ഹരിശങ്കർജി മായാദേവിയോട് പോയി വിശ്രമിക്കാൻ പറഞ്ഞപ്പോൾ താൻ അന്ന് പറഞ്ഞത് മക്കൾ സുഖമില്ലാതെ കിടക്കുമ്പോൾ ഒരമ്മയ്ക്ക് ഒരിക്കലും ഉറങ്ങാൻ സാധിക്കില്ല എന്നാണ്. അതുപോലെ സുരേഷ് മടി പിടിച്ച് സ്കൂളിൽ പോകാതെ ഇരിക്കുമ്പോൾ മായാദേവി മകനെ സ്നേഹത്തോടെ ഉപദേശിക്കുമായിരുന്നു, പഠിച്ച് മിടുക്കനാവണം, അതിന് സ്കൂളിൽ പോകണമെന്ന്. അപ്പോൾ അവൻ പറയുന്ന മറുപടി, അമ്മേ, എനിക്ക് സ്കൂളിൽ പോകുന്നതിൽ കാട്ടിയും അമ്മയുടെ മടിയിൽ ഇങ്ങനെ കിടക്കുന്നതാണ് ഇഷ്ടമെന്ന്. അന്ന് താൻ വിചാരിച്ചിരുന്നത് ഇവന് തന്നോട് ഭയങ്കര സ്നേഹമായിരിക്കുമെന്നാണ്. എന്നാൽ ഇപ്പോൾ എല്ലാം മാറി. ആ രാത്രിയിൽ മായാദേവി ഉറങ്ങിയതേയില്ല. പിറ്റേ ദിവസം മായാദേവി പതിവ് പോലെ 4 മണിക്ക് തന്നെ എഴുന്നേറ്റ് ജോലികൾ ചെയ്യാൻ തുടങ്ങിയിരുന്നു. രാത്രി ഉറങ്ങാതിരുന്നതുകൊണ്ട് മായാദേവിക്ക് ശരീരത്തിനും കണ്ണുകൾക്കും ക്ഷീണം ഒരുപാടുണ്ടായിരുന്നു. അവർ ആരോടും ഒന്നും പറയാതെ മിണ്ടാതെയിരുന്നു. വീട്ടിലെ മുഴുവൻ ജോലികളും കഴിഞ്ഞ് അടുക്കളയിൽ കയറി ചായ ഇടാൻ തുടങ്ങി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ 2 മരുമക്കളും കൂടി മായാദേവിയുടെ അടുത്ത് വന്ന് പറഞ്ഞു, അമ്മേ, ഇന്ന് കാപ്പിക്ക് പെറോട്ട ഉണ്ടാക്കാമോ? മായാദേവി ഒന്നും മിണ്ടാതെ തലകുലുക്കി. മായാദേവി മാവ് കുഴച്ചു തുടങ്ങി. പക്ഷേ രാത്രി ഉറങ്ങാതിരുന്നത് കൊണ്ട് ശരീരത്തിന് ക്ഷീണം കാരണം കൈകൾ വേഗത്തിൽ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ദേവിക അടുക്കളയിൽ വന്നു. അമ്മേ, ഇതുവരെയും ഉണ്ടാക്കിയില്ലേ? പെട്ടെന്നുണ്ടാക്കൂ, സുരേഷിന് പോകാറായി. മായാദേവി പെട്ടെന്ന് വേഗത്തിൽ തന്നെ പെറോട്ട ഉണ്ടാക്കാൻ തുടങ്ങി. വേഗത്തിൽ ജോലി ചെയ്തു തുടങ്ങുമ്പോൾ ക്ഷീണം കൊണ്ട് നെറ്റിയിൽ വിയർപ്പ് പൊടിയാൻ തുടങ്ങി. എന്നാൽ എന്തുകൊണ്ടാണ് വിയർക്കുന്നതെന്ന് ആരും ചോദിച്ചില്ല. എല്ലാവരും മിണ്ടാതെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണുണ്ടായത്. ആ സമയം അടുത്ത വീട്ടിലെ ഷീലാദേവി വന്ന് അടുത്തിരുന്നു. മായ, എന്തുപറ്റി? നിന്റെ മുഖത്ത് വല്ലാത്ത ക്ഷീണമുണ്ടല്ലോ. നിനക്ക് സുഖമില്ലേ? ഒന്നുമില്ല ഷീലേ, പ്രായം ഒരുപാടായില്ലേ? മായാദേവി പുഞ്ചിരിക്കാൻ ഒരു ശ്രമം നടത്തി നോക്കി. ഷീല പറഞ്ഞു, എനിക്ക് എല്ലാം മനസ്സിലായി. വിശ്രമമില്ലാത്ത ജോലി, അതുകൊണ്ടാണ് ഈ ക്ഷീണം എന്ന് പറഞ്ഞ് മായാദേവി ഒളിക്കാൻ ശ്രമിച്ചു. മായാദേവി തുടർന്നു, ഞാനിവിടെ ജോലി ചെയ്തില്ലെങ്കിൽ ഈ വീട്ടിൻ്റെ അവസ്ഥ എന്താകും? ആരും ചെയ്യില്ല. ഷീല കുറച്ചു നേരത്തേക്ക് ഒന്നും മിണ്ടിയില്ല. പിന്നീട് പറഞ്ഞു, മായ, നീ ഈ വീടിൻ്റെ കുടുംബനാഥയാണ്, ഈ വീടിൻ്റെ അമ്മയാണ്, അല്ലാതെ ജോലിക്കാരിയല്ല. ഷീല കുറച്ചു നേരം കൂടി കഴിഞ്ഞ് തിരികെ പോയി. മായാദേവി വീണ്ടും തൻ്റെ ജോലികൾ തുടർന്നു. വൈകുന്നേരമായപ്പോൾ മായാദേവിക്ക് വല്ലാത്ത ക്ഷീണമായി. ഒന്നും ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർ കുറച്ചു നേരം പുറത്തു പോയിരുന്നു. അവർക്ക് ആരോഗ്യം ഒട്ടുമില്ല എന്ന് തോന്നി. എന്നാൽ ദേവിക അതുവഴി വന്നപ്പോൾ മായാദേവി അവിടെ ഇരിക്കുന്നതാണ് കണ്ടത്. അവൾ ചോദിച്ചു, അമ്മ, ഈ തുണി ഇതുവരെ കഴുകിയില്ലേ? മായാദേവി പെട്ടെന്ന് പറഞ്ഞു, ആ മോളെ, ഇപ്പോൾ കഴുകാം, രാത്രിയായി. എല്ലാവരും ആഹാരം കഴിക്കാനിരുന്നു. മായാദേവി അടുക്കളയിൽ ഒറ്റയ്ക്കിരുന്ന് ആഹാരം കഴിക്കാൻ തുടങ്ങി. സുരേഷ് സുഭാഷിനോട് പറഞ്ഞു, ചേട്ടാ, ഈ വീട്ടിലെ ചിലവുകൾ കൂടുന്നു. സുഭാഷും അത് ശരിവച്ചു. ഇത് കേട്ട് ദേവിക ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശരിയാണ്, പക്ഷേ അമ്മയുള്ളതുകൊണ്ട് ജോലിക്കാരിയുടെ ശമ്പളം ലാഭമായി. ഇത് കേട്ടപ്പോൾ എല്ലാവരും ചിരിച്ചു. അടുക്കളയിലിരുന്ന് ഇത് കേട്ട മായാദേവിയുടെ മനസ്സ് വീണ്ടും വല്ലാതെയായി. അവർ ഒന്നും മിണ്ടാതെ ഇരുന്ന് ആഹാരം കഴിച്ചിട്ട് എഴുന്നേറ്റ് പോയി. അന്ന് രാത്രിയും മായാദേവിക്ക് തൻ്റെ മുറിയിൽ ഉറക്കം വരാതെ മക്കളും മരുമക്കളും പറഞ്ഞ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് കണ്ണു തുറന്നു കിടന്നു. നേരം വെളുക്കാറായപ്പോൾ അവർ ഒരു തീരുമാനമെടുത്തിരുന്നു. നേരം വെളുക്കാറായപ്പോൾ കട്ടിലിൽ നിന്ന് പതുക്കെ എഴുന്നേറ്റ് തൻ്റെ പഴയ പെട്ടി തുറന്നു നോക്കി. അതിൽ കുറച്ച് പഴയ വസ്ത്രങ്ങളും തൻ്റെ ഭർത്താവിൻ്റെ ഫോട്ടോയും മാത്രമാണുണ്ടായിരുന്നത്. ആ ഫോട്ടോ സ്നേഹത്തോടെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. മായയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരാൻ തുടങ്ങി. പക്ഷേ ഇപ്പോൾ മായാദേവി വളരെ ശക്തമായ ഒരു തീരുമാനമെടുത്തു. അവർ ഫോട്ടോയിൽ നോക്കി പറഞ്ഞു, എനിക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനവുമില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്. അവർ ഒരു ചെറിയ ബാഗ് എടുത്തു. അതിനകത്ത് തൻ്റെ കുറച്ച് പഴയ വസ്ത്രങ്ങൾ, ഫോട്ടോ എന്നിവ വച്ചു. എന്നിട്ട് അവർ മുറിയുടെ 4 പാടും നോക്കി. വീടിൻ്റെ പുറത്തിറങ്ങി ഗേറ്റിനരികെ ചെന്നിട്ട് ഒന്നുകൂടി തിരിഞ്ഞു നോക്കി.
തൻ്റെ വീടിനെ നോക്കിക്കൊണ്ട് അവർ പറഞ്ഞു, ഈ വീട് എനിക്ക് സുഖദുഃഖങ്ങൾ തന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ ആളുകൾ മാറി. സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെ സംഭവിച്ചു. മനസ്സിൽ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആരോടും ഒന്നും പറയാതെ ഇറങ്ങി നടന്നു. നേരം വെളുത്തു വരുന്നതേയുള്ളൂ. റോഡരികിൽ കൂടി മായാദേവി മുന്നോട്ട് നടന്നു. കയ്യിൽ ഒരു ചെറിയ സഞ്ചിയും മനസ്സിൽ വലിയ ഒരു ഭാരവുമായി മായാദേവി അവിടെ നിന്ന് മുൻപോട്ട് നീങ്ങി. തൻ്റെ വീട്ടിലേക്ക് മായാദേവിക്ക് തിരിഞ്ഞു നോക്കാൻ ധൈര്യമില്ലായിരുന്നു. കാരണം ചിലപ്പോൾ തൻ്റെ മനസ്സ് മാറിപ്പോയാലോ എന്ന് പേടിയുണ്ടായിരുന്നു. കുറേ ദൂരം അവർ നടന്നു. ഒരു ബസ് സ്റ്റാൻഡ് മായാദേവി കണ്ടു. അവിടെ ആളുകൾ വരുന്നതിൻ്റെയും പോകുന്നതിൻ്റെയും ഒക്കെ തിരക്കായിരുന്നു. ആ തിരക്കിനിടയിൽ ഒരു തിരക്കുമില്ലാതെ മായാദേവി ഒരു മൂലയിൽ പോയിരുന്നു. അപ്പോഴും ആരോടും ഒന്നും മിണ്ടാതെ എവിടെ പോകുന്നു എന്നോ എന്തിനു പോകുന്നു എന്നോ അറിയാതെ മായാദേവി അവിടെ തല കുമ്പിട്ടിരുന്നു. കുറേ നേരം ഇരുന്നപ്പോൾ അടുത്ത് ഒരു അമ്പലത്തിൽ പാട്ട് കേൾക്കുന്ന ശബ്ദം കേട്ടു. മായാദേവി തല ഉയർത്തി നോക്കി. പഴയ ഒരു ഹനുമാൻ സ്വാമിയുടെ അമ്പലം കണ്ടു. മായാദേവി എഴുന്നേറ്റ് ആ അമ്പലത്തിലേക്ക് പോയി. അവർ അതിനകത്തേക്ക് ചെന്നു. പൂജാരി പൂജ ചെയ്യുന്നു. അവിടെ അവർ ഭഗവാനെ കണ്ണുനിറയെ കണ്ടു. നെഞ്ചിലെ ഭാരമെല്ലാം അവിടെ ഇറക്കി കൈ കൂപ്പി ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ, ഞാൻ അറിവില്ലാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിച്ച് എനിക്ക് മാപ്പു തരണേ. ഞാൻ ഇത്രയും കാലം എൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിച്ചു. ഇപ്പോൾ അവർക്ക് ഞാനൊരധികപ്പറ്റായി. കുറച്ചു കഴിഞ്ഞപ്പോൾ അമ്പലത്തിലെ പൂജാരി മായാദേവി ഒറ്റയ്ക്കിരുന്ന് കരയുന്നത് കണ്ടു. അദ്ദേഹം അടുത്തു വന്ന് ചോദിച്ചു, അമ്മ എന്തിനാണ് കരയുന്നത്? എന്തെങ്കിലും വിഷമമുണ്ടോ? എന്ത് വിഷമമുണ്ടെങ്കിലും പറഞ്ഞാൽ സമാധാനം കിട്ടും. മായാദേവി ആദ്യം ഒന്നും പറഞ്ഞില്ല. പൂജാരി നിർബന്ധിച്ചപ്പോൾ തൻ്റെ എല്ലാ കഥകളും അദ്ദേഹത്തോട് പറഞ്ഞു. എല്ലാം കേട്ടു നിന്ന ശേഷം പൂജാരി പറഞ്ഞു, ചെറുപ്പത്തിൽ മക്കൾക്ക് എല്ലാം കൊടുത്തു വളർത്തി. എന്നാൽ ഇപ്പോൾ അവർക്ക് നിങ്ങളെ വേണ്ടാതായി. അദ്ദേഹം ശാന്തസ്വരത്തിൽ തുടർന്നു, ജീവിതം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവരെ ഈശ്വരൻ ഒരിക്കലും കൈവിടില്ല. ഭഗവാൻ അമ്മയ്ക്കൊരു വഴി കാട്ടിത്തരും. പൂജാരി മായാദേവിയെയും കൂട്ടി അമ്പലത്തിന് പുറകെയുള്ള ഒരു ചെറിയ മുറി കാട്ടിക്കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, തൽക്കാലം അമ്മ ഇവിടെ താമസിക്കൂ. ക്ഷേത്രം വൃത്തിയാക്കൽ, പൂജാവസ്തുക്കൾ ശേഖരിക്കൽ എന്നീ കാര്യങ്ങളിൽ അമ്മയ്ക്ക് ഞങ്ങളെ സഹായിക്കാം. ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരു മനുഷ്യൻ തന്നെ സഹായിക്കുന്നത് കണ്ടിട്ട് മായാദേവിക്ക് അതിശയം തോന്നി. അവർക്ക് അത് വിശ്വസിക്കാനേ പറ്റിയിരുന്നില്ല. അവരുടെ കണ്ണിൽ നിന്നും ഒരു നല്ല സുഖമുള്ള കണ്ണുനീർ വന്നു. അവിടെ മായാദേവിയുടെ വീട്ടിൽ ദേവിക രാവിലെ ഉറക്കമെഴുന്നേറ്റ് അടുക്കളയിലേക്ക് ചെന്നപ്പോൾ മായാദേവി അവിടെ ഇല്ലായിരുന്നു. ചിലപ്പോൾ അമ്പലത്തിൽ പോയതായിരിക്കുമെന്ന് സ്വയം സമാധാനിച്ചു. പക്ഷേ സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു. അമ്മയെ കണ്ടില്ല. സുരേഷ് പറഞ്ഞു, ചിലപ്പോൾ അയൽപക്കത്ത് എവിടെയെങ്കിലും പോയതായിരിക്കും. എന്നാൽ ഉച്ച കഴിഞ്ഞിട്ടും കാണാതായപ്പോൾ എവിടെ പോയി എന്ന ചിന്തയായി. സുഭാഷ് ബന്ധുക്കളെയെല്ലാം ഫോൺ ചെയ്ത് ചോദിച്ചു. പക്ഷേ അവിടെ എത്തിയില്ല എന്ന് എല്ലാവരും പറഞ്ഞു. മായാദേവി അവിടെ ഒരു പുതിയ ജീവിതം ആരംഭിച്ചു. രാവിലെ അവർ അമ്പലത്തിലെത്തി അവിടെയെല്ലാം വൃത്തിയാക്കും. അത് കഴിഞ്ഞ് പൂക്കളൊക്കെ ഇറുത്ത് വൃത്തിയാക്കി വയ്ക്കും. എല്ലാ ജോലിയും പെട്ടെന്ന് തന്നെ തീർക്കും. അത് കഴിഞ്ഞ് പൂജയെല്ലാം കഴിയുമ്പോൾ ക്ഷേത്രത്തിലെ പ്രസാദം എല്ലാവർക്കും കൊടുക്കും. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം മായാദേവിയുടെ മുഖത്ത് സന്തോഷവും സമാധാനവും കാണാൻ തുടങ്ങി. ഒരു ദിവസം അമ്പലത്തിൽ കുറച്ച് ദരിദ്രരായ കുഞ്ഞുങ്ങൾ വന്നു. വിശന്നു വന്ന അവർക്ക് മായാദേവി പ്രസാദം കൊടുത്തു. അതിനുശേഷം പെട്ടെന്ന് തന്നെ അടുക്കളയിൽ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. കുട്ടികൾ സന്തോഷത്തോടെ അതെല്ലാം കഴിച്ചിട്ട് കളിക്കാൻ പോയി. മായാദേവിയുടെ മനസ്സിൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷം നിറഞ്ഞു. പിന്നെ എല്ലാ ദിവസവും ഈ കുഞ്ഞുങ്ങൾക്ക് മായാദേവി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. പതുക്കെ ആളുകൾ മായാദേവിയെ പറ്റി അറിഞ്ഞു തുടങ്ങി. അവരുടെ കഥകൾ അറിഞ്ഞ് എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു. പക്ഷേ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവ് വരാൻ പോകുന്ന കാര്യം ആരും അറിഞ്ഞില്ല. ദൈവത്തിൻ്റെ നീതി വൈകിയാലും നിഷേധിക്കില്ല എന്ന് പറയുന്നത് സത്യമായി. ഇപ്പോൾ മായാദേവിയുടെ ദിവസങ്ങൾ ലളിതമാണെങ്കിലും സമാധാനം നിറഞ്ഞതായിരുന്നു. ദിവസവും രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് ക്ഷേത്രത്തിൻ്റെ പരിസരം വൃത്തിയാക്കി പൂവ് പറിച്ച് വൃത്തിയാക്കി വയ്ക്കും. അതിനുശേഷം കുറച്ചു നേരം ഭഗവാനോട് സംസാരിച്ചിരിക്കും. പിന്നെ ക്ഷേത്രത്തിൽ വരുന്നവർക്ക് പ്രസാദം കൊടുക്കും. അതിനുശേഷം കുട്ടികൾക്ക് ഭക്ഷണമുണ്ടാക്കി അവർക്ക് സന്തോഷത്തോടെ വിളമ്പിക്കൊടുക്കും. ആളുകൾ സ്നേഹത്തോടെ മായാദേവിയെ മായാമ്മ എന്നാണ് വിളിച്ചിരുന്നത്. കുഞ്ഞുങ്ങളുടെ മുഖത്തെ നിഷ്കളങ്കമായ ചിരി കാണുമ്പോൾ മായാദേവിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ് മനസ്സിൽ നിറയുന്നത്. തൻ്റെ വീട്ടിൽ കിട്ടാത്ത സന്തോഷം ഇപ്പോൾ എനിക്കിവിടെ കിട്ടുന്നുണ്ട്. ഒരു ദിവസം അമ്പലനടയിൽ ഒരു വലിയ വാഹനം വന്നു നിന്നു. അതിൽ നിന്ന് പ്രസിദ്ധനായ ഒരു ബിസിനസ്സുകാരൻ വിനോദ് അഗ്രവാൾ ഇറങ്ങി. അദ്ദേഹം ക്ഷേത്ര ദർശനത്തിന് വന്നതായിരുന്നു. പൂജാകർമ്മങ്ങളെല്ലാം കഴിപ്പിച്ചതിന് ശേഷം വെളിയിൽ ഇറങ്ങുമ്പോൾ കണ്ടത്
വൃദ്ധയായ ഒരു സ്ത്രീ ദരിദ്രരായ കുഞ്ഞുങ്ങൾക്ക് സ്വന്തം കൈകൾ കൊണ്ട് ആഹാരം കൊടുക്കുന്നതാണ്. അദ്ദേഹം അത് കുറച്ചുനേരം നോക്കി നിന്നു. അദ്ദേഹത്തിന് ആ കാഴ്ച കണ്ടപ്പോൾ പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷവും ബഹുമാനവും ഒക്കെ തോന്നി. പൂജാരിയോട് വിനോദ് അഗ്രവാൾ ചോദിച്ചു, സ്വാമിജി, ഈ അമ്മ ആരാണ്? പൂജാരി മായാദേവിയുടെ എല്ലാ കഥകളും പറഞ്ഞു. വീട്ടിൽ മക്കളുടെയും മരുമക്കളുടെയും അപമാനം സഹിക്കാനാവാതെ വീട് വിട്ടിറങ്ങി. ഇപ്പോൾ ഇവിടെ വന്ന് ആളുകൾക്ക് സേവനം ചെയ്യുന്നു. ഇത് കേട്ട വിനോദ് അഗ്രവാളിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഈ അമ്മ ആളുകൾക്ക് വേണ്ടി ഇത്രയും സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈശ്വരൻ ഇതിൻ്റെ പ്രതിഫലം അവർക്ക് കൊടുക്കും. അതിനുശേഷം വിനോദ് അഗ്രവാൾ മിക്കവാറും അമ്പലത്തിൽ വരികയും മായാദേവി ചെയ്യുന്നത് നോക്കി നിൽക്കുകയും ചെയ്യുമായിരുന്നു. ഒരു ദിവസം വിനോദ് അഗ്രവാൾ പൂജാരിയോട് പറഞ്ഞു, സ്വാമിജി, മായാമ്മ സമ്മതിക്കുകയാണെങ്കിൽ അമ്മയുടെ പേരിൽ ദരിദ്രരായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു അന്നദാന കേന്ദ്രം തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. അവിടെ ദിവസവും ഭക്ഷണം കിട്ടട്ടെ. ഇതറിഞ്ഞ മായാമ്മ അതിശയിച്ചു പോയി. തൻ്റെ ചെറിയ സേവനത്തിന് ഇത്രയും വലിയ രൂപം നൽകാൻ കഴിയുമെന്ന് അവർക്ക് വിശ്വസിക്കാനായില്ല. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ക്ഷേത്രത്തിനരികിൽ ഒരു ചെറിയ ഭക്ഷണശാല നിർമ്മിക്കപ്പെട്ടു. ദിവസവും അവിടെ ദരിദ്രർക്കും ആവശ്യമുള്ളവർക്കും സൗജന്യമായി ഭക്ഷണം ലഭിക്കാൻ തുടങ്ങി. ആളുകൾ ദൂരദേശങ്ങളിൽ നിന്ന് പോലും അവിടേക്ക് വരാൻ തുടങ്ങി. എല്ലാവർക്കും ആ സ്ഥലത്തെ മായാമ്മയുടെ ഭക്ഷണശാല എന്ന് വിളിക്കാൻ തുടങ്ങി. എന്നാൽ മീററ്റിൽ സുഭാഷിൻ്റെയും സുരേഷിൻ്റെയും ജീവിതം പതിയെ തകർച്ചയിലേക്ക് നീങ്ങി. മായാദേവിയുടെ 2 മരുമക്കളും കൂടിയാണ് വീട്ടുജോലികൾ ചെയ്യുന്നത്. പക്ഷേ അവരെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു പുതിയ ജോലിക്കാരിയെ വേണമെന്ന് പറഞ്ഞ് വീട്ടിൽ ബഹളം തുടങ്ങി. വീട്ടിലെ ചെലവുകൾ കൂടുതലാണെന്ന് പറഞ്ഞു സുരേഷും സുഭാഷും പറഞ്ഞു. വീട്ടിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വഴക്കു തുടങ്ങി. സുഭാഷിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. സുരേഷിൻ്റെ ഫർണിച്ചർ കടയും ഇപ്പോൾ നഷ്ടത്തിലാണ്. ഒരു ദിവസം സുഭാഷ് TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വാർത്തയ്ക്കിടയിൽ ഒരു പ്രധാന വാർത്ത കണ്ടു. മീററ്റിനടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ ഒരു വൃദ്ധയായ ഒരു സ്ത്രീ ദരിദ്രരായ കുഞ്ഞുങ്ങൾക്ക് സൗജന്യമായി ആഹാരം കൊടുക്കുന്നു. അവരുടെ പേര് മായാദേവിയാണ്. ആളുകൾ മായാദേവിയെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും മായാമ്മ എന്നാണ് വിളിക്കുന്നത്. ഇതോടൊപ്പം ആളിൻ്റെ ഫോട്ടോയും കൂടി കാണിച്ചു. ഇത് കണ്ട സുരേഷും സുഭാഷും ഞെട്ടിപ്പോയി. അത് അവരുടെ അമ്മയായിരുന്നു. രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. അവരുടെ മനസ്സ് കുറ്റബോധം കൊണ്ട് നിറഞ്ഞു. അടുത്ത ദിവസം തന്നെ രണ്ടുപേരും കൂടി ആ അമ്പലത്തിൽ പോകാൻ തീരുമാനിച്ചു. അമ്പലനടയിലെത്തിയപ്പോൾ അവർ കണ്ടത് ഒരുപാട് ആളുകൾ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. മായാദേവി അവരുടെ നടുക്ക് തന്നെ ഇരുന്ന് അവരുടെ മുഖത്ത് ഒരു മുമ്പൊന്നുമില്ലാത്ത ഒരു സമാധാനവും സന്തോഷവും കണ്ടു. സുഭാഷും സുരേഷും പതുക്കെ മായാദേവിയുടെ അടുത്തേക്ക് ചെന്നു. അമ്മയുടെ അടുത്തെത്തിയപ്പോൾ രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞു. സുഭാഷ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അമ്മ, ഞങ്ങളോട് ക്ഷമിക്കണം, ഒരു വലിയ തെറ്റാണ് ചെയ്തത്. സുരേഷ് അമ്മയുടെ കാലിൽ വീണു കരഞ്ഞു. അമ്മ, ഞങ്ങൾക്കറിയില്ലായിരുന്നു എന്തിനാണ് ഞങ്ങൾ അവിടെ വന്നത് എന്ന്. ചെയ്തതിനെല്ലാം മാപ്പ് തരണം. മായാദേവി കുറച്ചു നേരം ഒന്നും മിണ്ടിയില്ല. അവരുടെ മനസ്സിൽ വേദനയും സ്നേഹവും രണ്ടും ഒരുപോലെ വന്നു. അവർ പതുക്കെ രണ്ടുപേരെയും പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, മക്കളെ, തെറ്റ് സംഭവിക്കാത്ത മനുഷ്യരില്ല. പക്ഷേ സ്വന്തം തെറ്റ് തിരിച്ചറിഞ്ഞ് തിരുത്തുവാൻ കഴിയുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ. അവിടെ നിന്നിരുന്ന എല്ലാവരും ഈ കാഴ്ച കണ്ടു. പലരുടെ കണ്ണുകൾ നിറഞ്ഞു. സുരേഷിനും സുഭാഷിനും ഒരു കാര്യം മനസ്സിലായി. ഞങ്ങളുടെ വീട്ടിൽ ജോലിക്കാരിയായിരുന്ന അമ്മ തന്നെയാണ് ഇന്ന് ആയിരക്കണക്കിന് ആളുകളുടെ വിശപ്പടക്കുന്നത്.